വൃദ്ധരെ ഐസിയുവിൽ കിടത്തി കുടുംബത്തെ കൊള്ളയടിക്കാൻ വൈദ്യസമൂഹത്തെ അനുവദിക്കരുത്. മരിക്കാൻ ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവാണിപ്പോൾ. വാർദ്ധക്യം കൊണ്ട് ജീർണിച്ച ശരീരം ജീവിതം മതി എന്ന് അടയാളം കാട്ടുമ്പോഴും വിടുകയില്ല. ആഹാരം അടിച്ചു കലക്കി മൂക്കിൽ കുഴലുകളിറക്കി ഉള്ളിലേക്ക് ചെലുത്തും. ശ്വാസം വിടാൻ വയ്യാതായാൽ തൊണ്ടയിലൂടെ ദ്വാരമിട്ട് അതിലൂടെ കുഴലിറക്കി ശ്വാസം നിലനിർത്തും. സർവാംഗം സൂചികൾ, കുഴലുകൾ, മരുന്നുകൾ കയറ്റിക്കൊണ്ടേയിരിക്കും. മൂക്കിൽ കുഴലിട്ടു പോഷകാഹാരങ്ങൾ കുത്തിച്ചെലുത്തിയാലും കുറച്ചുനാൾ കൂടി മാത്രം ജീവൻ്റെ തുടിപ്പ് നിലനിൽക്കും. കഠിന രോഗബാധിതരായി മരണത്തെ നേരിൽ കാണുന്നവരെ അവസാന നിമിഷം നീട്ടിവെപ്പിക്കാൻ ഐസിയുവിലും വെന്റിലേറ്ററുകളിലും പ്രവേശിപ്പിച്ച് കഷ്ടപ്പെടുത്തേണ്ടതുണ്ടോ? രക്ഷയില്ലെന്നു കണ്ടാൽ സമാധാനമായി പോകുവാൻ അനുവദിക്കുകയല്ലേ വേണ്ടത്? വെള്ളമിറങ്ങാത്ത സ്ഥിതിയാണെങ്കിൽ ഡ്രിപ്പ് നൽകുക. വൃത്തിയായും സ്വച്ഛമായും കിടത്തുക. വേണ്ടപ്പെട്ടവരെ കാണാൻ അനുവദിക്കുക. അന്ത്യനിമിഷം എത്തുമ്പോൾ ഏറ്റവും ഉറ്റവർ ചുറ്റും നിന്ന് കൈകളിൽ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചാൽ, ചുണ്ടുകളിൽ തീർത്ഥമിറ്റിച്ചു അടുത്തിരുന്നാൽ, അതൊക്കെയല്ലേ മരണാസന്നന് ആവശ്യമായ സാന്ത്വനം? അത്രയൊക്കെ പോരെ പറന്നകലുന്ന ജീവന്? ആശുപത്രിയിൽ കിടന്നു മരിച്ച വ്യക്തിയുടെ മെഡിക്കൽ റിപ്പോർട്ട്, ബന്ധുക്കളിൽ നിന്നും ആശുപത്രി ഈടാക്കിയ ആശുപത്രി ചെലവ് എന്നിവ ഗവൺമെൻറ്റിൽ സമർപ്പിക്കാൻ ഒരു നിയമം കൊണ്ടുവരണം. ആശുപത്രിയിൽ കിടന്നു മരിച്ചാലും മനുഷ്യജീവന് അർഹിക്കുന്ന വില ലഭിക്കണം. മരിക്കാൻ ആശുപത്രിയുടെ ആവശ്യം ഇല്ല. രോഗി രക്ഷപ്പെടുകയില്ല എന്ന് തോന്നിയാൽ രോഗിയെ വീട്ടിൽ കൊണ്ടുപോകാൻ ബന്ധുക്കളെ പ്രേരിപ്പിക്കുകയാണ് ആശുപത്രികൾ ചെയ്യേണ്ടത്. ഐസിയുവിൽ വൃദ്ധരായ രോഗികൾ ഒരു വിധത്തിലും പീഡനം അനുഭവിക്കാൻ പാടില്ല.